അർജന്റീന ഫുട്ബോൾ അസോസിയേഷനെതിരെയും അന്താരാഷ്ട്ര സ്പോൺസർഷിപ്പ് കമ്പനികൾക്കെതിരെയും യുഎസ് ഫെഡറൽ ഏജൻസിയായ FBI-യും ഫെഡറൽ പ്രോസിക്യൂട്ടർമാരും കള്ളപ്പണം വെളുപ്പിക്കലിന് അന്വേഷണം ശക്തമാക്കിയതോടെ കേരളത്തിൽ നടന്ന മെസ്സി വരാൻ നീക്കിവെച്ച കോടികളുടെ ഇടപാടുകൾ പുതിയ ദുരൂഹതയിലേക്ക് വഴിമാറുന്നു. അമേരിക്കൻ ബാങ്കുകൾ വഴി നടന്ന $300 മില്യൺ ഏകദേശം 2500 കോടി രൂപ വരുന്ന വ്യാജ സാമ്പത്തിക ഇടപാടുകളാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ നിഴലിലുള്ളത്. ഇതിൽ ഫ്ലോറിഡ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടൂർപ്രോഡ് എൻ്റർ LLC എന്ന ഷെൽ കമ്പനിയെ ചുറ്റിപ്പറ്റിയാണ് ആഗോള സാമ്പത്തിക തിരിമറികൾ നടന്നിരിക്കുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അർജന്റീന ഫുട്ബോൾ ടീമിന്റെ അന്താരാഷ്ട്ര മത്സരങ്ങളും ബ്രോഡ്കാസ്റ്റിംഗും സ്പോൺസർഷിപ്പുകളും കൈകാര്യം ചെയ്യാൻ മുൻപന്തിയിലുണ്ടായിരുന്ന ടൂർപ്രോഡ് എൻ്റർ കമ്പനി വഴി $260 മില്യൺ ഇടപാടുകളാണ് അമേരിക്കൻ ബാങ്കുകളായ ബാങ്ക് ഓഫ് അമേരിക്ക, സിറ്റി ബാങ്ക്, JP മോർഗൻ ചേസ് എന്നിവയിലൂടെ കടന്നുപോയത്. അന്താരാഷ്ട്ര കരാറുകളുടെ മറവിൽ നടന്ന ഈ വലിയ സാമ്പത്തിക ഇടപാടിൽ $57 മില്യൺ കൈമാറ്റങ്ങൾക്ക് വ്യക്തമായൊരു കണക്കോ രേഖകളോ കാണിക്കാനായിട്ടില്ല. ഈ തുക പിന്നീട് സാധാരണക്കാരായ ചില അർജന്റീനക്കാരുടെ പേരിൽ ഫ്ലോറിഡയിൽ പെട്ടെന്ന് രൂപീകരിച്ച വ്യാജ കമ്പനികളുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റിയതായാണ് FBI കണ്ടെത്തിയിരിക്കുന്നത്. ഈ അന്താരാഷ്ട്ര കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് പുറത്തു വന്നതോടെയാണ് കേരളത്തിൽ നിന്നുള്ള റിപ്പോർട്ടഡ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി മെസ്സിയെയും അർജന്റീന ടീമിനെയും കൊച്ചിയിൽ എത്തിക്കാൻ എന്ന പേരിൽ 126 കോടി രൂപ US ഏജൻസിക്ക് നൽകിയ സംഭവത്തിൽ കൂടുതൽ ദുരൂഹതയേറുന്നത്. മെസ്സിയെ കേരളത്തിൽ എത്തിക്കുക എന്ന കായിക താൽപര്യത്തെക്കാൾ ഉപരി രാജ്യത്തു നിന്നും ഉറവിടം വ്യക്തമല്ലാത്തതും വഴിവിട്ടതുമായ വൻ തുകകൾ സുരക്ഷിതമായി അമേരിക്കയിലേക്ക് കടത്താനുള്ള അന്താരാഷ്ട്ര ഹവാല മണി ലോണ്ടറിംഗ് മാർഗമായി ഈ സ്പോൺസർഷിപ്പിനെ ഉപയോഗിച്ചോ എന്ന സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത്. കായിക രംഗത്തെ സുതാര്യമായ കരാറുകൾക്ക് പകരം മത്സരം സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ള ചിലവ് തുകയേക്കാൾ ഭീമമായ തുക വിദേശത്തേക്ക് അയക്കുക, തുടർന്ന് മത്സരം റദ്ദാക്കപ്പെടുന്ന സാഹചര്യം സൃഷ്ടിച്ച തുക ഫൈൻ അല്ലെങ്കിൽ കരാർ ലംഘന നഷ്ടപരിഹാരം എന്ന പേരിൽ ആഗോള കമ്പനികളുടെ അക്കൗണ്ടിൽ നിലനിർത്തുക എന്ന അത്യാധുനിക സാമ്പത്തിക തിരിമറി രീതിയാണോ ഇവിടെയും നടന്നതെന്ന് ചോദ്യമുയരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കേരളത്തിലൊരു മാധ്യമ സ്ഥാപനത്തിന് ലഭിച്ച തുകയെന്ന വ്യാജേന വിദേശത്തേക്ക് ഒഴുക്കിയത് ആരുടെ കള്ളപ്പണമാണെന്ന വലിയ നിഗൂഢതയാണ് അന്വേഷണ ഏജൻസികൾക്ക് മുന്നിലുള്ളത്. കേരളത്തിലെ സർക്കാരിൻ്റെയും ആഭ്യന്തര വകുപ്പിൻ്റെയും ഉന്നത കേന്ദ്രങ്ങളുടെ തണലിൽ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിയാണ് മാധ്യമ മാനേജ്മെന്റ് വിദേശത്തേക്ക് ഫണ്ട് ഒഴുക്കിയതെന്ന ആരോപണങ്ങൾ നിലവിലുണ്ട്. നിയമപ്രകാരമുള്ള GST പോലും അടയ്ക്കാതെ ഇത്രയും വലിയ തുക വിദേശത്തേക്ക് അയക്കാൻ SBI അക്കൗണ്ടുകൾ ഉപയോഗിച്ചതിലൂടെ ഭരണതലത്തിലെ മുൻനിരക്കാരുടെ സാമ്പത്തിക താൽപ്പര്യങ്ങൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന സംശയം യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ്. മെസ്സി കേരളത്തിൽ കളിക്കുമെന്ന പ്രഖ്യാപനം വെറുമൊരു കപടകഥ മാത്രമായിരുന്നുവെന്നും പണം സുരക്ഷിതമായി വിദേശ അക്കൗണ്ടുകൾ എത്തിക്കാനുള്ള തന്ത്രമായിരുന്നു ഇതെന്നുമുള്ള വാദങ്ങൾക്ക് ഇത് കരുത്തു പകരുന്നു. അർജന്റീനയിലെ ആഭ്യന്തര അന്വേഷണങ്ങളുടെ ഭാഗമായി നികുതി വെട്ടിപ്പിലും സാമ്പത്തിക തട്ടിപ്പിലും സംശയിക്കുന്ന സുഫിനാൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ട് അർജന്റീന പോലീസ് AFA ആസ്ഥാനത്തും പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബുകളിലും ഇതിനോടകം റെയ്ഡ് നടത്തിക്കഴിഞ്ഞു. ഇതിന് പിന്നാലെ അമേരിക്കൻ ബാങ്കിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടത്തിയ വൻകിട തട്ടിപ്പായതിനാൽ US സാമ്പത്തിക കുറ്റകൃത്യ തടയൽ നിയമപ്രകാരം FBI-യും വിഷയം കൈകാര്യം ചെയ്യുന്നത് കേസിന് അന്താരാഷ്ട്ര പ്രാധാന്യം നൽകുന്നു.